സുഹൃത്തുക്കളെ, ഞാൻ മെഡ്കെയർ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ്. ഞാൻ ഒരു എമർജൻസി ഗവൺമെൻറ് ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കാർഡിയക് അറസ്റ്റ് വന്നൊരു സ്ത്രീയുമായി 49 വയസ്സുള്ള സ്ത്രീയുമായിട്ട് ഹൈ എമർജൻസി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വണ്ടിക്കാരും മാറി തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓവർടേക്ക് ചെയ്ത് ഈ കാറിനെ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ വരുന്ന XUV 700 എന്നെ ഇൻറ്റൻഷനലി കൊണ്ട് ഇടിപ്പിച്ചിട്ട് പോയി. എൻ്റെ വണ്ടിയുടെ ഫെൻഡറിലിടിച്ച് വണ്ടി എൻ്റെ മിററിലിടിച്ച് എൻ്റെ മിറർ സൈഡ് ഗ്ലാസ് പൊട്ടി. എൻ്റെ കണ്ണിൽ കുപ്പിച്ചിൽ വീണിട്ട് ഞാൻ ഓടിക്കുന്നത് നിർത്താതെ കണ്ടിന്യൂസ് ഓടി മെഡിക്കൽ കോളേജിൽ അവരെ എത്തിച്ച് അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ഇത് പറയുന്ന ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സൈക്കോകൾ റോഡിൽ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മറ്റുള്ള ആംബുലൻസുകാരും പ്രൈവറ്റ് കാറുകാരും വാഹനം ഓടിക്കുക. കാരണം എതിരെ വരുന്ന വാഹനത്തിന് ആക്സിഡൻറ്റ് ഉണ്ടാകണം എന്ന രീതിയിലാണ് ഇവർ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇത്ര എമർജൻസി ഇട്ട് സൈഡ് ബ്ലിങ്കറും ബാർ ലൈറ്റും ഹോണും സയറിനും എല്ലാം ഇട്ട് വന്നിട്ട് ഇയാൾ സൈഡ് തരാതെ എൻ്റെ വാഹനത്തെ മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇടിപ്പിക്കുകയാണ്. അതാണ് ഈ വരുന്ന വാഹനങ്ങളെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എല്ലാവരും സൈഡ് തരുന്നുണ്ട്. എന്നാൽ ആ പോയ 700 അങ്ങനെ ഒരു വ്യക്തിയല്ല. അവൻ ആ ആംബുലൻസ് കയറി വരുന്ന ഇഷ്ടപ്പെടാഞ്ഞിട്ട് ബലം പിടിച്ച് റോഡിൽ അതേ സെൻട്രൽ ലൈനെ കീപ്പ് ചെയ്ത് അവൻ എനിക്ക് സൈഡ് തരാതെ എന്നെ കൊണ്ടുവന്ന് മനഃപൂർവ്വം എൻ്റെ വണ്ടിക്കിട്ട് തട്ടുകയാണ് ചെയ്തത്. അവൻ അങ്ങനെയുള്ള സൈക്കോകൾ റോഡിൽ ഓടിക്കാൻ അർഹരല്ല. അവർ ജനങ്ങൾക്ക് തന്നെ ഭീഷണിയാണ്, സാധാരണപ്പെട്ട ജനങ്ങൾക്ക്. ഇപ്പോൾ ആ വാഹനം അവിടെ ഇടിച്ചിരുന്നെങ്കിൽ എൻ്റെ കൈയും എൻ്റെ തലയും എല്ലാം ഇഞ്ചുറി ആകുവാൻ തന്നെ. ശരിക്കും ഇടിക്കാതെ ജസ്റ്റ് മിസ്സിന് ഞാൻ രക്ഷപ്പെട്ടാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടാണ് ഓവർടേക്ക് ചെയ്ത് വരുന്നത്. നമ്മളൊരു റോങ് ആയിട്ടല്ല ഓവർടേക്ക് ചെയ്യുന്നത്, ഇടയുള്ള സ്ഥലത്താണ് ഓവർടേക്ക് ചെയ്യുന്നത്. ആ വണ്ടിക്കാരനും മനസ്സിലാവും ഇടയുള്ളതാണ്. പക്ഷെ അവനത് ഇട തരാതെ, എനിക്കുള്ള ഗ്യാപ്പ് തരാതെ എന്നെ അവിടെ അവൻ കറക്റ്റായിട്ട് ഇടിക്കണം എന്നുള്ളൊരു മനസ്സ് വെച്ചിട്ടാണ് അവൻ വന്ന് ഇടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എത്ര പേര് സൈഡ് തരും. നമ്മൾ ഓവർടേക്ക് ചെയ്താണ് ചെല്ലുന്നത്. ആംബുലൻസ് ഓവർടേക്ക് ചെയ്ത് ചെല്ലുമ്പോൾ അറിയാമല്ലോ, സൈഡ് ഇടയില്ലാത്ത റോഡിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് നമുക്ക് രക്ഷയില്ല, പേഷ്യൻറ്റിനെ എത്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണുമെന്ന് അറിയുന്നുണ്ട് എത്ര പേര് സൈഡ് തരുന്നുണ്ട്. അതുപോലെ ഒരു മനസാക്ഷിയുള്ള ആൾക്കാരാണ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും. എന്നാൽ ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് സൈഡ് തരാതെ, അത് ആംബുലൻസ് ആണെന്നുള്ള പരിഗണന പോലും തരാതെ നിരത്തിൽ വാഹനം ഓടിക്കുന്നവർ. ഇങ്ങനെയുള്ളവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കണം, മാതൃപരമായ നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഓവർടേക്ക് ചെയ്യുന്ന ഈ ലൈനിൽ ഞാനൊരു പ്രൈവറ്റ് കാർ ഓടിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു അത് ഡബിൾ ലൈനാണ്, ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷേ ഞാൻ ഓടിക്കുന്ന ഒരു ആംബുലൻസ് ആണ്. അപ്പോൾ എനിക്ക് അവിടെ ഓവർടേക്ക് ചെയ്ത് എൻ്റെ വണ്ടിയിലിരിക്കുന്ന ആ പേഷ്യൻറ്റിനെ സേഫായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം അതിനുള്ള റോഡേ നമ്മുടെ കേരളത്തിലുള്ളൂ. അപ്പം നമ്മൾ ആ റോഡിൻ്റെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. അപ്പം ഇതുപോലുള്ള ഡ്രൈവർമാർക്ക് അതിനുള്ള അവയർനെസ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ആംബുലൻസ് ഡ്രൈവറുടെ വരെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലാണ് ഇതുപോലുള്ളവർ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഇവരെ തക്കതായ ശിക്ഷ നൽകി ഈ സമൂഹത്തിന് മാതൃകാപരമായിട്ടൊരു നടപടിയെടുത്ത് അവനെ മനസ്സിലാക്കി കൊടുക്കണമെന്ന്